പ്രിയമുള്ളവരെ, ജലീലാണ് കോഴിക്കോട് തെക്കേപ്പുറം. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ പേര് അനിൽ, 57 വയസ്സായി, കോഴിക്കോടുള്ളത് തന്നെയാണ്. 2-3 വട്ടം ഇദ്ദേഹത്തിനെ ഞങ്ങൾ വൃത്തിയാക്കിയിട്ടുണ്ട്. ലാസ്റ്റ് വൃത്തിയാക്കിയത് ഞാനും വിജിയും കൂടിയിട്ടാണ്. രാത്രി ഇന്ന് മാനാഞ്ചിറ എന്തൊക്കെ ഒരു പരിപാടി നടക്കുന്ന ടൈമിലാണ്. ആ വൃത്തിയാക്കി തന്നെ ആ ഡ്രസ്സ് തന്നെ എന്നതിന് ശേഷം ഇദ്ദേഹം കുളിച്ചിട്ടില്ല. അത്രയ്ക്കും അഴുക്കുണ്ട്. ഇപ്പോൾ 1.5 മാസമായി ഒരു ഓട്ടോക്കാരന് പലവട്ടമായിട്ട് പറയുന്നു ഇദ്ദേഹത്തിൻ്റെ കാര്യം. ഇന്ന സ്ഥലത്ത് കിടക്കുന്നുണ്ട്, ഡ്രസ്സൊക്കെ മുഷിഞ്ഞിട്ടുണ്ട്, വളരെ ദയനീയമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹം നല്ല വയലൻ്റാണ്, മാനസികമായി ബുദ്ധിമുട്ട് നേരിടുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിർത്തി. ഇപ്പോൾ 2 ദിവസമായിട്ട് അദ്ദേഹം സങ്കടത്തോട് പറയുന്നു, ജലീലെ ഞാനിങ്ങനെ ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഷർട്ടൊക്കെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് പോയപ്പോൾ മലമൂത്ര വിസർജനം മണക്കുന്നുണ്ട്, വയറ്റുന്നിട്ട് അദ്ദേഹത്തിന് ഇളകിയിട്ടുണ്ട്, ഒന്ന് ബസ് സ്റ്റോപ്പിനോട് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞ പ്രകാരമാണ് പോകുന്നത്. പോകുമ്പോൾ പാവം വിളിച്ച വാടക്കന്നെ വന്ന് ചുമണ്ട്, ദേഹമൊക്കെ പൊള്ളുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ അങ്ങനെ വൃത്തിയാക്കുന്നൊരു ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ ഇദ്ദേഹത്തിനിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നും കാണുന്നില്ലല്ലോ, അഡ്മിറ്റ് ചെയ്യൂല. അതായത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ, കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലായാലും കോളേജിലായാലും ഒരു മനുഷ്യനെന്ന പരിഗണന ലഭിക്കുന്നില്ല. അത് അവർ തനിയെ പോവുകയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ കൊണ്ടാണെന്നുണ്ടെങ്കിലും. പിന്നെ 108 വിളിച്ചിട്ടുണ്ടെങ്കിൽ 108 എന്താക്കുക, അവിടെ കൊണ്ടാക്കിയിട്ട് പോലെ പോകും. അപ്പോൾ അടുക്കുന്ന പോലെ അപ്പോഴത്തെ കാര്യം എന്താണ് അത് ചെയ്തിട്ട് പുറത്തേക്ക് അങ്ങോട്ട് വിടും. അപ്പോൾ കാലിന് മുറിയാവട്ടെ, അയാൾക്ക് നടക്കാൻ പറ്റാതാവട്ടെ, അങ്ങനെ ഒരുപാട് മരണങ്ങൾ. ഞങ്ങളിതിൻ്റെ ബാക്കിൽ പോവാത്ത കാരണം ഒന്നാമത് എന്താണെന്നറിയും, രാഷ്ട്രീയക്കാർ മുതലെടുത്താളും. അപ്പോൾ നേരെ ഞങ്ങളെ ഭാഗത്തേക്ക് ഞങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടാതായി പോകുമെന്നുള്ളൊരു പേടിക്കാണ് ഇതിൻ്റെ പിന്നിൽ ഞങ്ങൾ പോകാത്തത്. വളരെയധികം ബുദ്ധിമുട്ടുണ്ടെന്ന് തന്നെ, വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. പലവരോടും പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ സാമൂഹ്യ വകുപ്പാവട്ടെ, ജില്ലാ ജഡ്ജാവട്ടെ, കളക്ടറാവട്ടെ, ഒരുവിധ ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടും ഒരു പരിഗണന ലഭിക്കുന്നില്ല. സത്യമാണ് കേട്ടോ. എന്ത് വേണമെന്നുണ്ടെങ്കിൽ തെളിവ് ഞങ്ങളുടെ പക്കലുണ്ട്. ഇതിനിപ്പോൾ ഈ അടുത്തൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്. എത്ര മരണങ്ങളായി സംഭവിക്കുന്ന ആരോഗ്യമില്ലാത്തവർ. എന്താ സുഹൃത്തുക്കൾ നിങ്ങൾ ശ്രദ്ധിക്കാത്തത്? ഇതിനെ പറ്റിയിട്ട് നിങ്ങളൊന്ന് നോക്കണം. ഒരു ഉറുമ്പ് കടിച്ച മെയിൻ്റെങ്കിലും കാണാനും കേൾക്കാനുള്ള സന്മനസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. മനസാക്ഷി, ഒരു മനുഷ്യനെന്ന പരിഗണന ഇവർക്ക് കിട്ടണം. അതിനു വേണ്ടിയിട്ടുള്ള പല ചോദ്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകണം. ഞങ്ങളെ പിന്നിൽ അല്ലാണ്ട് ഞങ്ങൾ പറയുന്ന വാക്കുകൾ തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി തരണം എന്ന് വിനയത്തോടെ പറയാണ്. നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു.